10 വർഷക്കാലം മുമ്പ് 1,87,000 കോടി രൂപയാണ് കേരളത്തിന്റെ പൊതുകടം. അത് EMS മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള 57 മുതൽ 2016 വരെയുള്ള കാലഘട്ടത്തിലെ പൊതുവായ കടമാണ്. അത് 10 വർഷക്കാലം കൊണ്ട് 6 ലക്ഷം കോടി രൂപയിലേക്ക് എത്തിക്കാനാണ് പിണറായി വിജയന് സാധിച്ചത്. അത്രയും പറ്റുള്ളൂ എന്നുള്ളതാണ് വസ്തുത. കുറച്ചും കൂടി സമയം കൊടുത്താൽ അത് 10 ലക്ഷം കോടിയിലേക്ക് വേണമെങ്കിൽ എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയും. അത്രമാത്രമാണ് അദ്ദേഹത്തിന്റെ ബോറോയിങ് കപ്പാസിറ്റി. കടം വാങ്ങാനുള്ള ശേഷി അല്പം കൂടുതലുള്ള മുഖ്യമന്ത്രിയാണ്. ഒരു ഭരണകൂടത്തെ സംബന്ധിച്ച് കടം വാങ്ങിയല്ല ഭരണം നടത്തേണ്ടത്. അതാണ് പ്രതിപക്ഷ നേതാവ് മാളയിൽ എന്ന് പ്രസംഗിച്ചപ്പോൾ സംസാരിച്ചത്. ഖജനാവ് പൂച്ച പറ്റി കിടക്കുകയാണ്. അവിടെ പണമില്ല. കടം വാങ്ങുന്നു, കാര്യങ്ങൾ നടത്തുന്നു. ഖജനാവിലേക്ക് പണം വരണമെങ്കിൽ സംസ്ഥാനത്തിന്റെ വരുമാനം കൂട്ടണം. വരുമാനം കൂട്ടണമെങ്കിൽ വരുമാനം കൂടുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ കൊണ്ടുവരണം, പദ്ധതികൾ കൊണ്ടുവരണം. അതിന്റെ ഭാഗമായി തൊഴിലവസരം ഉണ്ടാകും. അതിന്റെ ഭാഗമായി ഒരുപാട് സാമ്പത്തികമായ മെച്ചം നമുക്കുണ്ടാകും, നേട്ടമുണ്ടാകും. അപ്പോൾ ഒരുപാട് ക്ഷേമ പ്രവർത്തനം നടത്താൻ വേണ്ടി സാധിക്കും. അതിനു പകരം സംസ്ഥാന ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷ കാലഘട്ടത്തിനിടയിൽ ചെയ്തതെല്ലാം പരാജയപ്പെട്ടു. വലിയ രീതിയിലുള്ള വിലക്കയറ്റമുണ്ടായി. ജനങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യമുണ്ടായി. 10 വർഷക്കാലം മുമ്പ് നമ്മൾ മാർക്കറ്റിൽ പോയി വാങ്ങിയിരുന്ന സാധനങ്ങൾക്ക് ഇന്ന് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വില ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 10 വർഷക്കാലം മുമ്പ് അരിക്കുണ്ടായിരുന്ന വില എത്രയാണ്, പയറിനുണ്ടായ വില എത്രയാണ്, പച്ചക്കറിക്കുണ്ടായിരുന്ന വില എത്രയാണ്, ഇപ്പോഴത്തെ വില എത്രയാണ്? എന്നിട്ടാണ് ഇവർ പറയുന്നത് ഇതാ ഞങ്ങൾ 2000 രൂപ പെൻഷൻ കൊടുക്കുന്നില്ലേ. 10 കൊല്ലക്കാലം മുമ്പ് 2000 രൂപയ്ക്ക് നടക്കുമായിരുന്ന കാര്യങ്ങൾ ഇപ്പൊ 2026-ൽ 2000 രൂപയ്ക്ക് നടക്കില്ല. കാരണം അതിന്റെ മൂല്യം കുറയുന്ന സാഹചര്യം ഉണ്ടായി, വലിയ വിലക്കയറ്റമുണ്ടായി. അപ്പൊ അതിനനുസൃതമായിട്ടുള്ള പെൻഷനാണോ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനനുസൃതമായിട്ടുള്ള പെൻഷൻ അല്ല ഈ സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് UDF-ന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞത് ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് വന്നാൽ അധികാരത്തിൽ നിന്ന് പോകുന്ന ഘട്ടത്തിൽ പിണറായി വിജയൻ കൊടുക്കുന്ന പോലെയല്ല, സർക്കാർ ഭരണത്തിൽ നിന്ന് മാറുന്നതിന് തൊട്ട് മുമ്പ് കൊടുക്കുന്ന പോലെയല്ല, അധികാരത്തിലേക്ക് വന്നാൽ ഈ സംസ്ഥാനത്തിനകത്ത് പെൻഷൻ തുക 3000 രൂപയാക്കി വർദ്ധിപ്പിക്കും എന്ന് ഐക്യജനാധിപത്യ മുന്നണി പറഞ്ഞത് ഈ കാണുന്ന വിലക്കയറ്റത്തിനിടയിൽ ജനങ്ങൾക്ക് ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല, കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ പ്രതിമാസം സ്റ്റൈപ്പൻഡ് ഏർപ്പെടുത്താൻ തീരുമാനിച്ചതൊക്കെ തന്നെ ഒരു സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ടാണ്. ജനങ്ങളുടെ കൈകളിലേക്ക് പണം കൊടുക്കുന്നത് അവരുടെ നിലവാരം മെച്ചപ്പെടുത്താനും അവരുടെ സാമ്പത്തിക ക്രമീകരണത്തിൽ അവരെ കൂടി പങ്കാളിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് സ്വാഭാവികമായി മാർക്കറ്റിൽ വിനിയോഗിക്കപ്പെടും. ആ പണത്തിന്റെ ഒരു വിനിമയം ഉണ്ടാകും. അതിനാണ് പണ്ട് തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയത്. കേന്ദ്ര സർക്കാർ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയപ്പോൾ ലോകം മുഴുവൻ വിമർശിച്ചു. എന്തിനാണ് ഇങ്ങനെ ഒരു പദ്ധതി എന്നുള്ളത് രീതിയിലാണ് വലിയ വിമർശനം ഉണ്ടായത്. ആ പദ്ധതി നടപ്പിലാക്കിയത് കൊണ്ടാണ് ഒട്ടേറെ സ്ത്രീകൾക്ക് കുടുംബങ്ങളിൽ അതുവരെ മറ്റു തൊഴിലുകൾക്ക് പോകാതിരുന്ന വളരെ സാധാരണക്കാരായ ഒട്ടേറെ സ്ത്രീകൾ വലിയ കായികോദ്യമനമുള്ള ജോലിക്ക് പോകാൻ സാധിക്കാതിരുന്ന ആളുകളൊക്കെ തന്നെ ആ പദ്ധതിയുടെ ഭാഗമായി കടന്നുപോയത്. അങ്ങനെ ജോലിക്ക് പോയ ആളുകൾക്ക് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി കൂലി കിട്ടി. ആ കൂലി കിട്ടുമ്പോൾ ആ കൂലി അവർ കൂട്ടിവെച്ച പണം കൊണ്ട് കുറെയൊക്കെ അവരുടെ വീട്ടു ചെലവുകൾ നടന്നുപോയി, പട്ടിണിയില്ലാതെ കടന്നുപോയി. മറ്റെന്തെങ്കിലും വരുമാനമുള്ള കുടുംബങ്ങളാണെങ്കിൽ ആ പണം കൊണ്ട് കുറച്ച് കഴിയുമ്പോൾ അവർ ഇതിൽ പൊന്നു വാങ്ങി, അല്ലെങ്കിൽ വീട്ടിലേക്ക് നല്ല ഭക്ഷണം വാങ്ങി, മക്കൾക്ക് നല്ല ഉടുപ്പ് വാങ്ങി. ആ പണം കൂട്ടിവെച്ച് അതുകൊണ്ട് യാത്ര പോയവരുണ്ട്. അതുകൊണ്ട് ജീവിതത്തിന്റെ അവരുടെ ആഗ്രഹങ്ങളുടെ ഭാഗമായി എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ, ഒരു സ്വർണ്ണം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉൾപ്പെടെ അങ്ങനെയൊക്കെ ഉപയോഗിച്ച ആളുകൾ. അപ്പൊ ഇങ്ങനെ ജനങ്ങളുടെ കയ്യിലേക്ക് പണം കൊടുക്കുന്ന എപ്പോഴും ആ പണം മാർക്കറ്റിനകത്ത് വിനിയോഗിക്കപ്പെടാനാണ്. അത് വിനിയോഗിക്കപ്പെടുമ്പോൾ ഇപ്പൊ നമ്മുടെ കയ്യിൽ പണം കിട്ടിയാൽ നമ്മൾ ഒരുപക്ഷെ മാർക്കറ്റിൽ പോകുമ്പോൾ പച്ചക്കറി വാങ്ങും, മീൻ വാങ്ങും, ഇറച്ചി വാങ്ങും. ഇതെല്ലാം വാങ്ങുമ്പോൾ ഈ പണം കൊടുക്കുന്നത് അവിടെയുള്ള ഒരാളുടെ കയ്യിലേക്കാണ്. അത് അയാൾ മറ്റൊരു സ്ഥലത്തിലേക്ക് വേറെ രീതിയിലേക്ക് വിനിമയം ചെയ്തു. അങ്ങനെ മാർക്കറ്റിനകത്ത് പണത്തിന്റെ ഒരു ക്രമീകരണം നടക്കണം. അങ്ങനെ നടക്കുമ്പോഴാണ് ഈ വിലക്കയറ്റം കുറയുകയും ആളുകൾക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കുന്ന സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല, നമ്മുടെ കയ്യിൽ പണം വന്നാലല്ലേ നമുക്ക് അഭിമാനത്തോടു കൂടി ജീവിച്ചു പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇപ്പൊ തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെയുള്ള പദ്ധതികളൊക്കെ ഈ രാജ്യത്തിനകത്ത് അതിനു വേണ്ടിയിട്ടാണ് നടപ്പിലാക്കിയത്. തൊഴിലുറപ്പിന്റെ മറ്റൊരു പ്രത്യേകത സ്ത്രീകളെ ഇതുപോലെ ശാക്തീകരിച്ച മറ്റൊരു പരിപാടി ഇല്ല എന്നുള്ളതാണ്. വീടിനകത്ത് അടച്ചിരുന്ന സ്ത്രീകളെല്ലാം തന്നെ കുറേയേറെ ആളുകളൊക്കെ പുറത്തേക്ക് ഇറങ്ങി അവരൊരു കൂട്ടായ്മയുടെ ഭാഗമായി, സൗഹൃദത്തിന്റെ ഭാഗമായി, അവരൊരു തൊഴിലിന്റെ ഭാഗമായി അവർക്ക് ജോലി ആഗ്രഹിച്ചു. BJP ജയിക്കുമെന്നൊരു വലിയ ഫലം നടത്തുമ്പോൾ നമ്മൾ BJP മുനിസിപ്പാലിറ്റി ഭരിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്ന കാര്യമില്ല. അപ്പൊ പല സീറ്റുകളിൽ ഈ തെരഞ്ഞെടുപ്പ് കുറെ കൂടി ബോധപൂർവമായി നമ്മൾ കൂടി അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ജയിക്കില്ലായെന്ന് ഉറപ്പായ സീറ്റുകളിൽ നമ്മുടേതായ മതേതര വോട്ടുകളൊക്കെ തന്നെ അത് CPM-നും CPI-ക്കും അനുകൂലമായി നമുക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ അറിഞ്ഞുകൊണ്ട് കിട്ടിയ ബോണസ് പിടിച്ചതെന്നാണ് പറയുന്നത്. 14,000 വോട്ടുകൾ ഭൂരിപക്ഷം ഞങ്ങൾക്ക് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിക്കകത്തുണ്ട് എന്ന് പറയുന്ന വലിയ അന്താജത്തോടുകൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കൊടുത്ത വോട്ടുകൾ ഈ തെരഞ്ഞെടുപ്പിനകത്ത് തിരിച്ചു വരും എന്നതാണ്. ഇവരുടെ ഭൂരിപക്ഷം കുത്തനെ താഴുന്നത് മാത്രമല്ല, വളരെ ആത്മവിശ്വാസത്തോടെ തന്നെ ഞാൻ പറയട്ടെ, ഈ തെരഞ്ഞെടുപ്പിനകത്ത് നമ്മുടെ 6 പഞ്ചായത്തുകൾ ഉണ്ടാക്കിയെടുക്കുന്ന ഭൂരിപക്ഷത്തിന്റെ അടുത്ത് പോലും കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിക്കകത്ത് ഇവർക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഭൂരിപക്ഷത്തിൽ എത്താൻ വേണ്ടി സാധിക്കില്ല. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള മെജോറിറ്റിയോട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് തെരഞ്ഞെടുപ്പിന്റെ പരിപാടികൾക്ക് മാറി എന്നുള്ളതാണ് വസ്തുത. ഇനി ഞാൻ 1-2 കാര്യം മാത്രം സൂചിപ്പിക്കുന്ന അവസാനിപ്പിക്കാം.
10 വർഷക്കാലം കൊണ്ട് നമ്മുടെ നിയമസഭാ മണ്ഡലത്തിനായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ 10 വർഷക്കാലം കൊണ്ട് നിയമസഭാ മണ്ഡലത്തിനായിട്ടുള്ള വികസന പ്രവർത്തനം എടുത്തു പരിശോധിച്ചാൽ എല്ലാ ബഡ്ജറ്റിലും ഒരേ പദ്ധതികൾ ആവർത്തിച്ച് പ്രഖ്യാപിക്കും. ഒരേ പദ്ധതികൾ ആവർത്തിച്ച് പ്രഖ്യാപിക്കും. ഒരു ബഡ്ജറ്റിൽ 1 കോടി രൂപ വകയിരുത്തി, അടുത്ത ബഡ്ജറ്റിൽ അത് 100 ലക്ഷം രൂപയ്ക്ക് വകയിരുത്തി. പിന്നത്തെ ബഡ്ജറ്റിലേക്ക് 2 കൊല്ലം കഴിയും. അപ്പോൾ 100 കുറച്ച് പണം കൂടും. അപ്പോൾ 100 രൂപ ടോക്കൺ ഉണ്ടാക്കി ഏതെങ്കിലും പ്രൊപ്പോസൽ എഴുതി കൊടുക്കും. ആദ്യ ബഡ്ജറ്റിൽ 1 കോടി രൂപ എന്ന് പറഞ്ഞാൽ തത്വത്തിൽ അത് 100 ലക്ഷം രൂപ. രണ്ടാമത്തെ ബഡ്ജറ്റിൽ ഫ്ലെക്സ് ഒന്ന് മാറും, ഡിസൈൻ ഒക്കെ പഴയതിന്, ഫോട്ടോ ഒക്കെ പഴയതിന്, പേരിന്റെ ഡയറക്ടറൊക്കെ പഴയതിന് ആ 1 കോടി എന്നത് മാറ്റി 100 ലക്ഷം എന്നാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി കൂട്ടി 1200 കോടി രൂപയുടെ വികസന പരിപാടികൾ കഥയിൽ കണ്ടിട്ടുണ്ട്. ഞാൻ പറയുന്നത് ശ്രീ ടി എം പ്രതാപൻ MLA ആയിരുന്ന 5 വർഷക്കാലം ഈ നിയമസഭാ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ, ശ്രീ വി ആർ സുനിൽകുമാർ MLA ആയിരുന്ന 10 വർഷക്കാലം ഈ നിയമസഭാ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ രണ്ടും നോക്കി നമുക്കൊന്ന് താരതമ്യം ചെയ്യാം. 10 വർഷക്കാലം കൊണ്ട് സുനിൽകുമാർ നടത്തിയ വികസനമാണോ 5 വർഷക്കാലം കൊണ്ട് ടി എം പ്രതാപൻ നടത്തിയ വികസനമാണോ ഏതാണ് കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ പറയുന്നത് അവർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾക്ക് 10ന് സമമായി നമ്മൾ ഒന്നേ പറയും, അല്ലെങ്കിൽ നമ്മൾ നടത്തിയ വികസന പ്രവർത്തനത്തിൽ 1ന് സമമായി അവർ 10 പറഞ്ഞാൽ മതി. ഒരു വികസനം പഴയ പോലെ ആകുന്നു. ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത് ആദ്യമായിട്ടാണ് മനസ്സിലാക്കുന്നത്. തൊട്ട് മുമ്പ് ജയിച്ചു പോയ ആളെ പോലെ ആകുമോ എന്നാണ് ഞാൻ ചോദിച്ചിരുന്നത്. ഞാൻ അവിടെ പറഞ്ഞ മറുപടി തന്നെയാണ് ഇവിടെ എല്ലാവരും സൂചിപ്പിക്കാനുള്ളത്. ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന എനിക്ക് തെരഞ്ഞെടുപ്പിനകത്ത് ജയിക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ MLA ആയി കേരളത്തിന്റെ നിയമസഭയിലേക്ക് പോകാൻ വേണ്ടി കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂർ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കേണ്ട അവസരം ലഭിച്ചാൽ ഒരിക്കലും ഞാനൊരു സ്വീപ്പിംഗ് MLA ആയിരിക്കില്ല, റണ്ണിംഗ് MLA ആയിരിക്കും. ഈ നിയമസഭാ മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 100 നമ്മൾ ഇറങ്ങി ഓടുന്ന രീതിയിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകും. വികസന പ്രവർത്തനം കൊണ്ടുവരാൻ എന്നാൽ കഴിയാവുന്ന രീതിയിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകും. അപ്പൊ അതിന് എനിക്ക് അങ്ങോട്ട് കടന്നു പോകാനുള്ള അവസരമാണ്. ഈ പ്രദേശത്തെ ജനപ്രതിനിധി എന്ന അഭിമാനത്തോടു കൂടി പറഞ്ഞ് കേരളത്തിന്റെ നിയമസഭയിലേക്ക് കടന്നു വരാൻ ഒരു സാഹചര്യമാണ്. അവിടേക്ക് വെറുതെ ചെന്ന് കയറാൻ പറ്റില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ 4 തവണ കേട്ടിട്ടുണ്ട്. പ്രത്യേക പാസൊക്കെ എടുത്ത് എന്താണ് അവിടെ നടക്കുന്നത് സുഹൃത്തുക്കളിലൂടെ ശിവകുമാറിലൂടെയൊക്കെ നമ്മുടെ റോജിയുടെയും സനീഷ് കുമാർ ജോസഫിന്റെയൊക്കെ പാസൊക്കെ വാങ്ങി കേരളത്തിന്റെ നിയമസഭയ്ക്ക് കാര്യം നോക്കിയിട്ടുണ്ട്. അപ്പൊ എന്നോട് അവിടെ ആളുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നാൽ പിന്നെ ഇങ്ങോട്ട് വരാനുള്ള ഭാഗ്യം പോകുന്നു. അപ്പൊ അതിനുശേഷം 4 കൊല്ലം കൂടി കേട്ടിട്ടില്ല. ആ ഭാഗ്യം പോകാതിരിക്കുന്നത്. അപ്പൊ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥനയുള്ളത് അതിനകത്തേക്ക് സന്ദർശക ഗാലറി ഇരുന്നിട്ടാണ് ഇതിനിടയിലൊക്കെ പോയി എന്താ അവിടെ നടക്കുന്നത് വേണ്ടി നോക്കിയിട്ടുള്ളത്. ആ സന്ദർശക ഗാലറിയിൽ നിന്ന് ആ ഫ്ലോറിൽ അവിടെ അനുവദിക്കപ്പെട്ടിട്ടുള്ള ആ സീറ്റിൽ ഇരിക്കാനുള്ള അവസരം തരണം. അവിടേക്ക് കടന്നു കഴിയുമ്പോൾ ആരും കൈവച്ച് തടയാതെ എന്താണ് പദവി എന്ന് ചോദിക്കാതെ എന്തിനാണ് പോകുന്നത് ചോദിക്കാതെ കൊടുങ്ങല്ലൂരിന്റെ MLA ആണ് എന്ന് അഭിമാനത്തോടു കൂടി പറഞ്ഞ് അതിനകത്തേക്ക് കയറി ചെല്ലാനുള്ള അവസരം ഗവൺമെന്റിന്റെ ഭാഗമായി മേടിച്ചു തരാം. അങ്ങനെ അവസരം കിട്ടിയാൽ ഞാൻ അഭിമാനത്തോടെയും ആത്മവിശ്വാസത്തോടെയും ആത്മാർത്ഥമായി തന്നെ പറയുന്നു. അങ്ങനെ ഒരു അവസരം നിങ്ങൾ എനിക്ക് വാങ്ങി തന്നാൽ എനിക്ക് വോട്ട് ചെയ്തതിന്റെ പേരിലും എന്നെ വിജയിപ്പിച്ചതിന്റെ പേരിലും എന്നെ തെരഞ്ഞെടുത്ത് കേരളത്തിന്റെ നിയമസഭയ്ക്ക് പറഞ്ഞയച്ചതിന്റെ പേരിലും നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു നിമിഷത്തിൽ പോലും നിങ്ങൾക്കാർക്കും എന്റെ ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്റെ ഭാഗത്തു ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു കാര്യം കൊണ്ടുവരും നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു നിമിഷത്തിൽ പോലും നിങ്ങളുടെ ശേഷം ഒരു അല്പം പോലും ഒരു കണ്ണിമ ചെല്ലുന്ന വ്യത്യാസത്തിൽ പോലും തലകുനിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്റെ ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഉണ്ടാകില്ല എന്ന ഉറപ്പാണ് എനിക്ക് നൽകാനായിട്ടുള്ളത്. നിങ്ങളുടെ ജനപ്രതിനിധി എവിടെയാണ് ഉണ്ടാകേണ്ടത് അവിടെ ഞാൻ ഉണ്ടായിരിക്കും. നിങ്ങളുടെ ജനപ്രതിയാകാൻ പോകാനുള്ള അവസരം കിട്ടിയാൽ ഞാൻ എവിടെയാണ് സംസാരിക്കേണ്ടത് അവിടെ സംസാരിച്ചിരിക്കും. എവിടെയാണ് ഇടപെടേണ്ടത് അവിടെയെല്ലാം ഇടപെട്ടിരിക്കും. അത് ഒരു ഇക്കോഗ്രസിന്റെ ആത്മാർത്ഥമായ വാക്കുകളെ കണക്കാക്കുന്നത്. പ്രിയപ്പെട്ട NSFന്റെ ജില്ലാ പ്രസിഡന്റ് വേദിക്കെടുത്തിരിക്കുന്നത് ഞങ്ങളൊക്കെ കഴിഞ്ഞ ഒരു 9 വർഷക്കാലമായി ഈ സംസ്ഥാനത്തിനകത്ത് ഒരുപാട് സമരങ്ങൾ നടത്തുകയാണ്. ഒരുപാട് തല്ലുകൊണ്ടു, ഒരുപാട് കേസിൽ പെട്ടു. പലപ്പോഴായി ജയിലിൽ പോകേണ്ടി വന്നു. ഏറ്റവും അവസാനം തിരുവനന്തപുരത്ത് സെമിത്തേരിയിൽ 21 ദിവസം പോകേണ്ടി വന്നത് പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കെതിരെ നടത്തിയ സമരത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ ഈ സമരങ്ങൾക്കിടയിലും ഈ പറയുന്ന പ്രതിഷേധങ്ങൾക്കിടയിലും പോലീസിന്റെ അധികാരത്തിന് മുമ്പിലൊക്കെ നിന്നപ്പോഴുണ്ടായിരുന്ന അതേ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ നിന്നുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ ഒരു ഘട്ടങ്ങളിലൊക്കെ തന്നെ പതറാതെ നിന്നിട്ടുണ്ട്. ആ ആവേശത്തോടു കൂടി തന്നെ ഈ നാടിന്റെ അവകാശത്തിന് വേണ്ടി പതറാതെ നിൽക്കും. പൊരുതേണ്ടടുത്ത് പൊരുതും, പറയേണ്ടടുത്ത് പറയും, വാങ്ങേണ്ടത് വാങ്ങും. ഇവിടെ കൊണ്ടുവരേണ്ട വികസന പ്രവർത്തനങ്ങൾ ഇവിടെ കൊണ്ടുവരും. അതിനൊരു അവസരം നിങ്ങൾക്ക് നൽകണമെന്ന് മാത്രം വളരെ വിനയപരിസരം ഈ കൈകളിൽ ഒപ്പിട്ടുണ്ടെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.